നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ശ്രദ്ധിച്ചും ശ്രദ്ധിക്കാതെയും പോകുന്ന എത്ര വാർത്തകളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെ ഒരു വാർത്ത ഇപ്പോഴത്തെ പുറത്തു വരികയാണ്. മറ്റൊന്നുമല്ല, ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ്. ആ വിദ്യാർത്ഥി സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചതിന് ശേഷമാണ് മരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ മരണമാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. പെരിന്തൽമണ്ണയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയതിൽ അധ്യാപകർക്കെതിരെ കുടുംബം. അധ്യാപിക അനാവശ്യമായി അപമാനിച്ചതായും സ്കൂൾ മാറാൻ TC ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും പെരിന്തൽമണ്ണ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ ചീരട്ടമണ സ്വദേശിയായ 14-കാരന്റെ മരണത്തിലാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. മെയ് 2-നാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ തേജസിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കുട്ടിയെ മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപിക അപമാനിച്ചിരുന്നതായും അധ്യാപകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ മാറാൻ TC ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറായില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. കുട്ടിയെ തോൽപ്പിക്കുമെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. എന്തെഴുതിയിട്ടും കാര്യമില്ല, അന്നെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് അവനോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. വേറെ സ്കൂളിൽ പോവാത്ത രീതിയിലാക്കും, അതുപോലെ തന്നെ റെഡ് മാർക്ക് ചെയ്യുമെന്നും പറഞ്ഞതായും അദ്ദേഹം പറയുന്നു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്കൂൾ അധികൃതരുടെ വിശദീകരണം വരികയാണ്. പരീക്ഷാഫലം വന്നതിന് ശേഷം TC നൽകാമെന്ന് അറിയിച്ചിരുന്നു. പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചതിന് ശേഷം കുട്ടി സ്കൂളുമായി ബന്ധപ്പെട്ടിരുന്നില്ല. മരണവിവരം അറിഞ്ഞ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ പോയിരുന്നതായും വിദ്യാർത്ഥിയുടെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും സ്കൂൾ അധികൃതർ പറയുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഇപ്പോഴത്തെ അധ്യാപകർ ഒന്നടങ്കം ഞെട്ടലിലാണ്. പക്ഷേ കുട്ടിയുടെ മരണത്തിന് കാരണം അധ്യാപകരാണെന്നാണ് പറയുന്നത്. അതായത് കുട്ടി ഭയന്നിട്ടുണ്ടാകാം, TC ഒരിക്കലും ഇനി കിട്ടില്ലെന്നോ, വീണ്ടും ഇനി അതേ സ്കൂളിൽ തന്നെ പോയി പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ കുട്ടി ഭയന്നിട്ടുണ്ടാകണം. അതായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ മരണത്തിന് കാരണമാണോ എന്ന് വീട്ടുകാർ പരിശോധിക്കുന്നുണ്ടോ, ഒപ്പം പോലീസും പരിശോധിക്കുന്നുണ്ട്. കുട്ടിക്ക് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, കുട്ടി മറ്റെന്തെങ്കിലും ഗെയിമുകളിൽ സമയം കളയുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ച് വരുന്നുണ്ട്. അധ്യാപകരുമായി കുട്ടി ഇത്തരത്തിൽ പറയുന്ന പോലെ തന്നെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ നാണം കെടുത്തുന്ന തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള മറ്റു കുട്ടികളോട് ചോദിച്ചറിയും. എന്തായാലും ഇത് ഇപ്പോൾ വലിയൊരു വാർത്തയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.